ഇന്ന് നമുക്ക് ടോട്ടൽ 3 എഡിബിൾ ഫോട്ടോ പ്രിന്റ് കേക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് ഈ ആനിവേഴ്സറി സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു ട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള 2 ടയർ കേക്കാണ്. ഈ ഒരു ഡിസൈൻ ആണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് തവണയൊന്നും നമ്മൾ ഈ ഒരു ഡിസൈൻ എടുത്ത് ചെയ്തിട്ടില്ല. കിട്ടുന്ന സമയത്തൊക്കെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ 2 കേക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്തിട്ട് ഡെലിവറിക്ക് അറേഞ്ച് ചെയ്ത് വിടുവാണ്. അതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള കേക്കിൻ്റെ വർക്കൊക്കെ നമ്മൾ തുടങ്ങുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ എഡിബിൾ ഫോട്ടോ പ്രിന്റ് കേക്കാണ് കേട്ടോ. അതും ആനിവേഴ്സറി സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കേക്കാണ്. സ്ക്വയർ ഷേപ്പായിരുന്നു. ഇതേപോലെ 4 ബഗ്സ് മാത്രമാണ് നമ്മൾ ആ ഒരു കേക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഒരു സ്പെഷ്യൽ കേക്കാണ്. ഒരു ബേബി ഗേളിൻ്റെ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. ഈ ബേബീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് 3rd ബർത്ത്ഡേ വരെയുള്ള കേക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിനുള്ള കേക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഓർഡർ ആണെങ്കിലും ഒരു ബേബി ഗേളിൻ്റെ ബർത്ത്ഡേ കേക്ക് ആയിരുന്നു കേട്ടോ. കുറച്ച് സ്ട്രോബെറീസും കുറച്ച് ബോൾസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു കേക്കും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ കൊടുക്കാനുള്ള എല്ലാ കേക്കുകളും ഇവിടെ കംപ്ലീറ്റ് ആക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വൈകുന്നേരത്തേക്കുള്ള കേക്കുകളുടെ വർക്കിലേക്ക് കടക്കുവാണ് കേട്ടോ. എല്ലാം ഇതേപോലെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു മോം ടു ബി ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഒരു ജുവാൻസ് റെയിൻബോ കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ലാസ്റ്റ് എഡിബിൾ ഫോട്ടോ പ്രിന്റ് കേക്ക്, അത് ജിമ്മിലേക്കുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു നോർമൽ വാനില കേക്കും കൂടി ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കേക്കുകളും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് ഡെലിവറിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.